CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അലനല്ലൂർ പാലക്കാഴിയിൽ ഭർത്താവിന്റെ ആക്രമണത്തിൽ ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോണിക്കൽ വീട്ടിൽ 52 വയസ്സുള്ള കുഞ്ഞാത്തമ്മയെയാണ് ഭർത്താവ് വെട്ടി പരിക്കേൽപ്പിച്ചത്. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവ കിരീടം ചൂടി മങ്കട ഉപജില്ല 936 പോയിന്റോടെയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. 906 പോയിന്റുമായി നിലമ്പൂർ 2ാം സ്ഥാനവും 894 പോയിന്റോടെ മലപ്പുറം 3ാം സ്ഥാനവും നേടി. പാലക്കാട് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിൽ നടന്ന ദ്വിദിന ജൈവ വൈവിധ്യ സർവേയിൽ 150-ലധികം ജനുസുകളിൽപ്പെട്ട ജീവികളെ കണ്ടെത്തി. 32 ഏക്കറോളം വരുന്നതും പഴങ്കാടുകൾ ഉൾപ്പെടുന്നതുമായ കോളേജ് ക്യാമ്പസിന്റെ ജൈവ സമ്പന്നത വെളിപ്പെടുത്തുന്നതായിരുന്നു സർവേ ഫലം. അലനല്ലൂർ പാലക്കാഴിയിൽ ഭർത്താവിന്റെ ആക്രമണത്തിൽ ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോണിക്കൽ വീട്ടിൽ 52 വയസ്സുള്ള കുഞ്ഞാത്തമ്മയെയാണ് ഭർത്താവ് വെട്ടി പരിക്കേൽപ്പിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. ഭാര്യയുടെ പെരുമാറ്റത്തിൽ സംശയങ്ങൾ തോന്നിയതിനെ തുടർന്ന് ഭർത്താവ് 60 വയസ്സുള്ള കുഞ്ഞാലനാണ് ആക്രമണം നടത്തിയത്. ഇരുവരും തമ്മിൽ വഴക്കുകൾ പതിവായിരുന്നതായി പോലീസ് അറിയിച്ചു. പ്രസവ ശുശ്രൂഷയ്ക്കായി സമീപത്തുള്ള അലനല്ലൂർ കുറ്റിക്കാടുള്ള വീട്ടിൽ പോയിരുന്ന കുഞ്ഞാത്തമ്മയെ പിന്തുടർന്ന് അവിടെ എത്തിയാണ് ഭർത്താവ് ആക്രമിച്ചത്. കുഞ്ഞാത്തമ്മയുടെ കൈയിനും കാലിനും മുതുകിലും തലയിലും ഗുരുതരമായ പരിക്കുകളുണ്ട്. ഇവരെ ഉടൻ തന്നെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാടുവെട്ടുന്ന ജോലി പ്രതിയായ കുഞ്ഞാലന്. സമീപത്ത് വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ കുഞ്ഞാലനായി നാട്ടുകൽ പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. CCN ചത്തല്ലൂർ. പാലക്കാട് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിൽ നടന്ന ദ്വിദിന ജൈവ വൈവിധ്യ സർവേയിൽ 150-ലധികം ജനുസുകളിൽപ്പെട്ട ജീവികളെ കണ്ടെത്തി. 32 ഏക്കറോളം വരുന്നതും പഴങ്കാടുകൾ ഉൾപ്പെടുന്നതുമായ കോളേജ് ക്യാമ്പസിന്റെ ജൈവ സമ്പന്നത വെളിപ്പെടുത്തുന്നതായിരുന്നു സർവേ ഫലം. കോളേജിലെ ടൂറിസം ക്ലബ്ബ്, നാഷണൽ സർവീസ് സ്കീം, നേച്ചർ ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സർവേ സംഘടിപ്പിച്ചത്. 60 ഇനങ്ങളിൽപ്പെട്ട പക്ഷികൾ, 35 ഇനം ചിത്രശലഭങ്ങൾ, നിശാശലഭങ്ങൾ, തുമ്പികൾ എന്നിവയെ സർവേയിൽ രേഖപ്പെടുത്തി. കൂടാതെ തവളകൾ, പാമ്പുകൾ, പല്ലികൾ എന്നിവയടക്കം 35 ഇനങ്ങളിൽപ്പെട്ട ഉരഗങ്ങളെയും ഉഭയജീവികളെയും കണ്ടെത്തി. ചിലന്തികളും മറ്റു പ്രാണികളുമായി 20-ലധികം ഇനങ്ങളും ഈ ശേഖരത്തിൽ ഉൾപ്പെടുന്നു. അപൂർവമായ ചുരുട്ടപ്പാമ്പ്, വയനാടൻ തവള എന്നിവയെ കണ്ടെത്തിയത് ശ്രദ്ധേയമായി. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 1 നടത്തിയ സർവേയുടെ തുടർച്ചയായാണ് ഈ വർഷവും പഠനം നടത്തിയത്. ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ കോളേജിൽ നിലവിൽ ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. പുതിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതുക്കിയ രജിസ്റ്റർ 2026 ജനുവരിയിൽ പുറത്തിറങ്ങും. നമുക്ക് ഇന്നിപ്പോ കിട്ടിയിരിക്കുന്നത് റസൽസ് കുക്കറി എന്ന് പറയുന്ന ചുരുട്ട എന്ന് പറയുന്ന പാമ്പിനെ കണ്ടിട്ടു ഇവിടെ. അതിന്റെ കൂടെ തന്നെ ലീഫ് ടോഡ് ഗെക്കോ, അതായത് ഇലയുടെ ആകൃതിയിലുള്ള വിരലുകളുള്ള പല്ലിനെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ കുറെ തരം വേറെ തവളകളും വയനാട് ബുഷ് ഫ്രോഗ് എന്ന് പറയുന്ന വയനാട് തവള നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയും സ്പീഷീസ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അരുൺ ശിവശങ്കരൻ, വിവേക് വൈദ്യനാഥൻ, അജീഷ് K. രവി, S. അഭിജിത്ത്, സേതുമാധവൻ, S. അശ്വജിത്ത്, രഞ്ജിത്ത് ജോസ്, ആര്യകുമാരൻ, യാഹ്യ ഹാറൂൺ, A. അജേഷ്, A. അശ്വൻ എന്നിവരടങ്ങിയ വിദഗ്ധ സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. അധ്യാപകരും കുട്ടികളും സർവേയിൽ പങ്കെടുത്തു. 2024-25 വർഷത്തെ രജിസ്റ്ററിന്റെ തുടർച്ച എന്നോണമുള്ള ഈ ഒരു രജിസ്റ്റർ നിർമ്മാണം നമുക്ക് നടത്തിത്തരുന്ന കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫ് പാലക്കാട് എന്ന് പറയുന്ന സംഘടനയാണ്. അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷത്തിൽ വിപുലമായ രീതിയിൽ തന്നെ നമ്മുടെ കോളേജിൽ ഒരു സർവേ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി ഇന്നും നാളെയുമായിട്ട് രാത്രിയിലും പകലുമായിട്ടാണ് നമ്മൾ ഈ ഒരു സർവേ ഇവിടെ സംഘടിപ്പിക്കുന്നത്. 32ഓളം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോളേജിൽ നിരവധി ജൈവ വൈവിധ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവയുടെ ആധികാരികമായ ഒരു രജിസ്റ്റർ രേഖപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം അത്യന്താപേക്ഷിതം തന്നെയാണ്.
കോളേജിലെ NSS നേതൃത്വം നൽകുന്ന ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർവകലാശാല അവാർഡുകൾ, ഹരിത കേരളം മിഷൻ പച്ചത്തുരുത്ത് ജില്ലാ സംസ്ഥാന അവാർഡുകൾ, അക്ഷരശ്രീ സംസ്ഥാന പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. CCN കടമ്പഴിപ്പുറം. കേരളത്തിന്റെ വികസന തുടർച്ചയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം വീണ്ടും അധികാരത്തിൽ വരേണ്ടത് അത്യാവശ്യമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നടന്ന LDF പെരിന്തൽമണ്ണ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളികളെ ആകെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. സാധാരണഗതിയിൽ എന്തൊക്കെ മികവുറ്റ നേട്ടങ്ങൾ ഉണ്ടായാലും നിലവിലുള്ള ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് ചില്ലറ ചില പരിഭവങ്ങളോ വിമർശനങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിലുണ്ടാകും. എന്നാൽ വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ പോലും ഭരിക്കാൻ നല്ലത് അത് സംസ്ഥാന നിയമസഭയിലെ ആണെങ്കിലും പെരിന്തൽമണ്ണ നഗരസഭയിലാണെങ്കിലും ഇടതുപക്ഷമാണ് എന്ന് ആത്മാർത്ഥമായി അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മുൻ UDF ഭരണകാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ഉപേക്ഷിച്ചു പോയ പദ്ധതികൾക്ക് പുതുജീവൻ നൽകി നടപ്പാക്കിയത് പിണറായി വിജയൻ സർക്കാരാണ്. കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് LDF സർക്കാർ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച ജനക്ഷേമകരമായ നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്നും M. സ്വരാജ് ചൂണ്ടിക്കാട്ടി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V. ശശികുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ ജില്ലാ സെക്രട്ടറി PP. വാസുദേവൻ പ്രസംഗിച്ചു. മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും നഗരസഭാ ചെയർമാനുമായ P. ഷാജി സ്വാഗതവും K. ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മുൻ MLA P. ശ്രീരാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് CH. ആഷിഖ്, മുൻ നഗരസഭാ ചെയർമാൻമാരായിരുന്ന C. ദിവാകരൻ, നിഷി അനിൽ രാജ് എന്നിവരും നഗരസഭയിലെ 37 വാർഡുകളിലെ സ്ഥാനാർത്ഥികളും കൺവെൻഷനിൽ സന്നിഹിതരായിരുന്നു. വ്യാപാരി വ്യവസായ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എന്നുമല പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്ന് 25 വർഷത്തെ പെരിന്തൽമണ്ണയിൽ വനിതകൾക്ക് വേണ്ടി ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയും കർഷക കൂട്ടായ്മയിലെ പ്രധാന മുഖം CA വിദ്യാർത്ഥിനിയാണ്. വാർഡ് 11 ഇടുക്കുമുഖം സാധാരണ മുഖൻ CBSE അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പഞ്ചമ സാമൂഹ്യ രാഷ്ട്രീയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. വാർഡ് 14 കുട്ടിപ്പാറ 30 സൗമ്യമുഖം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ നിറസാന്നിധ്യം. വാർഡ് 17 മനപ്പടി വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്തെ പ്രവർത്തന ജീവനക്കാരൻ P. ശ്രീനിവാസൻ. വാർഡ് 18 PTM കോളേജ് 25 നിറസാന്നിധ്യം. കഴിഞ്ഞ കൗൺസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുൻനിരയിൽ നിൽക്കുന്ന രാധാകൃഷ്ണൻ K. CPIM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ഓഫീസായ കൃഷ്ണപിള്ള മന്ദിരത്തിൽ നിന്നും ചെണ്ടവാദ്യത്തിന്റെ അകമ്പടിയോടെ നഗരം ചുറ്റി വൻ ജനപങ്കാളിത്തത്തോടെയാണ് സ്ഥാനാർത്ഥികളെ ടൗൺ സ്ക്വയറിലേക്ക് ആനയിച്ചത്. പട്ടണത്തിന്റെ രാജവീതികളെ ചെങ്കായമണിയിച്ചുകൊണ്ട് ഉളകമണിയിച്ചുകൊണ്ട് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥികൾക്ക് നൽകിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിനയനിരസനം ഈ രാജവീതികളിലൂടെ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 2025 ഡിസംബർ 11 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥികളായി ജനവിധിയുള്ള CCN പെരിന്തൽമണ്ണ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഇടതുമുന്നണിയെ വിജയിപ്പിക്കണമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 5 വർഷം UDF നടത്തിയത് ജനദ്രോഹ ഭരണവും കൊള്ളയുമായിരുന്നുവെന്നും സ്വജനപക്ഷപാതവും അഴിമതിയും മാത്രമാണ് ഭരണത്തിന്റെ മറവിൽ നടന്നതെന്നും നേതാക്കൾ ആരോപിച്ചു.
പൊതുപ്രവർത്തകർക്കും ജനസേവകർക്കും പകരം റിയൽ എസ്റ്റേറ്റ് താൽപര്യക്കാരും കുടുംബവാഴ്ചക്കാരും പഞ്ചായത്തിലെ ജനങ്ങളെ ദുരിതത്തിലാക്കി. ജനക്ഷേമ താൽപര്യമോ വികസന കാഴ്ചപ്പാടോ ഇല്ലാത്തവർ ഭരണത്തിൽ വന്നതിന്റെ കെടുതിയാണ് ജനം അനുഭവിച്ചതെന്നും അവർ ചൂണ്ടിക്കാട്ടി. 2022 ആരംഭിച്ച ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ലക്ഷ്യമിട്ട 9,000 കണക്ഷനുകളിൽ 2,500 മാത്രമാണ് നൽകിയത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ദുർഭരണം അവസാനിപ്പിക്കാനും സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ജനക്ഷേമ പദ്ധതികളും പഞ്ചായത്ത് മുഖേനയുള്ള വികസന പ്രവർത്തനങ്ങളും കൃത്യമായി നടപ്പാക്കാനും ഇടതുമുന്നണിയെ വിജയിപ്പിക്കാൻ വോട്ടർമാർ തയ്യാറാവണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ച് എന്തുകൊണ്ട് ഇത് നടത്താൻ കഴിയാതെ പോയി? അതിന് കാരണമാണ് ഞാൻ പറഞ്ഞത്. സാമൂഹ്യ പ്രവർത്തകരും ജനസേവകരും പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കാൻ തെരഞ്ഞെടുക്കപ്പെടണം. ജനപ്രതിനിധികളാവേണ്ടത് ജനസേവകരും പൊതുപ്രവർത്തകരുമാണ്. മറ്റു താല്പര്യങ്ങളുള്ളവർ ഈ രംഗത്തേക്ക് കടന്നു വന്നാൽ അവർക്ക് മറ്റു താല്പര്യങ്ങളാണ് അവരെ എപ്പോഴും നയിക്കുക എന്നുള്ളത് കൊണ്ട് ജനങ്ങളെ അവഗണിക്കും, ജനങ്ങളെ മറക്കും. അതിന്റെ ഫലമായിട്ടാണ് ഓരോ വർഷവും ഇത്തരത്തിൽ വലിയ തുക പഞ്ചായത്തിന് നഷ്ടപ്പെടുകയും പദ്ധതി നടപ്പാക്കാൻ കഴിയാതെ പോവുകയും ചെയ്തത്. ആകെ 5 വർഷം കൊണ്ട് ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച പ്രൊജക്ടുകൾ 2091. ഓരോ വർഷത്തെയും കണക്ക് വേണമെങ്കിൽ ഞാനിവിടെ സൂചിപ്പിക്കാം. ആ 2091 പദ്ധതികൾക്ക് DPC അംഗീകാരം നൽകി 5 വർഷത്തിനിടയിൽ. പക്ഷേ അതിൽ 859 പദ്ധതിയും നടത്താൻ കഴിഞ്ഞില്ല. വാർത്താ സമ്മേളനത്തിൽ ഇടതുമുന്നണി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എ ഹരി, അഡ്വക്കേറ്റ് TK റഷീദ് അലി, KT നാരായണൻ, P പത്മജ എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭ ഇത്തവണ UDF പിടിച്ചടക്കുമെന്ന് AP അനിൽകുമാർ MLA. പെരിന്തൽമണ്ണ ടൗൺ ഹാളിൽ നടന്ന UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ ഈ ഗവൺമെന്റിനെതിരെ CPM-നെതിരെ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളായ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പലരും A സീറ്റ്, B സീറ്റ്, C ക്ലാസ് സീറ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി എഴുതുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിക്ക് ഒരു സീറ്റും ഭാഗ്യകേറാമലയാവില്ല. ഏത് സീറ്റും നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പാണ്. CPM-കാരൻ പോലും ഒരു അവസരത്തിന് കാത്തു നിൽക്കുകയാണ്. ഇന്ന് 37 സ്ഥാനാർത്ഥികളാണ് ഇവിടെ UDF പ്രവർത്തകരുടെയും നേതാക്കളുടെയും അകമ്പടിയോടുകൂടി ഈ ടൗൺ ഹാളിലേക്ക് വന്നതെങ്കിൽ നമുക്ക് 13-ാം തീയതി പെരിന്തൽമണ്ണ നഗരസഭയിലേക്ക് നമ്മുടെ കൗൺസിലർമാരായി അവരെ കൊണ്ടുപോയി ഭരണം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരാളെ CPM പ്രവർത്തകനാണെങ്കിലും ഇന്നലകളിൽ നമുക്ക് വോട്ട് ചെയ്യാത്ത ആളാണെങ്കിലും അല്ലെങ്കിൽ CPM-ന്റെ മേഖലയാണെങ്കിലും അവർ വില്ലേജ് ആണെങ്കിലും അതൊന്നും നിങ്ങൾ മുന്നിൽ കാണേണ്ടതില്ല. കാരണം അത്രമാത്രം ഒരു ജനവിരുദ്ധ വികാരം CPM-നും ഗവൺമെന്റിനും എതിരായിട്ടുണ്ട്. UDF തിരഞ്ഞെടുപ്പ് കൺവീനർ സക്കീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നജീബ് കാന്തപുരം MLA സ്ഥാനാർത്ഥികൾക്ക് ഹാരമണിയിച്ചു. നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും. ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലേക്ക് 13-ാം തീയതി ഒരു വിജയാഘോഷത്തിന് സന്നദ്ധമായി നിങ്ങളെല്ലാവരും നിൽക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആരും ജയിച്ചു വരുന്നത് ചെറിയ മാർജിനിലുമാവില്ല, നമ്മൾ ചെറിയ നമ്പറിലുമാവില്ല. ഏറ്റവും ചുരുങ്ങിയത് 25 സീറ്റിന്റെ ഫലത്തിൽ ഈ മുനിസിപ്പാലിറ്റി നമ്മൾ ഭരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണം. മാനത്തുമംഗലത്തെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള അലീന മറിയം, 3-ാം വാർഡ് കക്കൂത്ത് നിന്ന് താമരത്ത് റജിന സലീം മത്സര രംഗത്ത് ആദ്യമായിട്ടാണ്. വലിയങ്ങാടിയിൽ നിന്ന് CPM-ന്റെ സിറ്റിംഗ് വാർഡ് പിടിച്ചടക്കുന്നതിനു വേണ്ടി നമ്മൾ അവതരിപ്പിക്കുന്ന ഈ ടൗൺ ഹാൾ നിലകൊള്ളുന്ന കുളിർമല വാർഡിൽ നിന്ന് അഭിമാനത്തോടുകൂടി ടീം UDF-ന്റെ നായകൻ പ്രൊഫസർ നാലകത്ത് ബഷീർ മാസ്റ്റർ, UDF കളത്തിലിറക്കിയിട്ടുള്ള പ്രിയങ്കരനായ ദിനേശ് ആളിയത്ത്, 8-ാം വാർഡിൽ ഒരു പുതുമുഖ താരത്തെ നമ്മൾ അവതരിപ്പിക്കുകയാണ്.
UDFന്റെ പൊന്നാപുരം കോട്ടയായ 8ാം വാർഡിൽ നിന്ന് ജനവിധി നേടുന്നത് സെമീന ജാഫർ കോങ്കത്ത്. 10ാം വാർഡ് പെരിന്തൽമണ്ണയിലെ യുവജന രാഷ്ട്രീയത്തിലെ തെരേസ് കപൂർ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് തന്റേതായ പങ്ക് സമർപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേടമെന്ന ജനങ്ങളുടെ മനം കവർന്ന ചെറുപ്പക്കാരൻ 10ാം വാർഡിൽ നിന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിക്കുന്ന ഒരു പുതു യൗവനം കൂടി UDF അവതരിപ്പിക്കുകയാണ്. പ്രിയങ്കരനായ KM റാഷി. സൗമ്യദീപ്തമായിട്ടുള്ള വ്യക്തിപ്രഭാവം കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ടീം UDFന്റെ കരുത്തനായ നായകൻ MP ഫസൽ മുഹമ്മദ്. 13ാം വാർഡിൽ നിന്ന് പച്ചേരി ഫാറൂഖ് സ്വാഗതം പറഞ്ഞു. UDF നേതാക്കളായ N സൂപ്പി, നാസർ, താമരത്ത് ഉസ്മാൻ തുടങ്ങിയവർ കൺവെൻഷനിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ കലോത്സവം HSS കോൽക്കളിയിൽ IKTHSS ചെറുകുളമ്പിന് 1ാം സ്ഥാനം. താളഭംഗിയോടെയും മെയ് വഴക്കത്തോടെയുമുള്ള ചെറുകുളമ്പ് ടീമിന്റെ പ്രകടനം വേദിയെ ആവേശത്തിലാക്കി. മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിനം നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് IKTHSS ചെറുകുളമ്പ് 1ാം സ്ഥാനം നേടി സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടി. മികച്ച താളഭംഗിയോടെയും മെയ് വഴക്കത്തോടെയുമുള്ള ചെറുകുളമ്പ് ടീമിന്റെ പ്രകടനം വേദിയെ ആവേശത്തിലാക്കി. പരിശീലകൻ മഹ്റൂഫ് കോട്ടക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു ടീമിന്റെ പരിശീലനം. ഷംസാദ് എടരിക്കോടിന്റെ വരികൾ ഉപയോഗിച്ചാണ് മത്സരാർത്ഥികൾ വേദിയിൽ പ്രകമ്പനം കൊള്ളിച്ചത്. വിജയത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞങ്ങൾ ടീം പോയിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന തലത്തേക്ക്. ഞങ്ങളുടെ ടീം കഴിഞ്ഞ 5-6 മാസമായിട്ട് കഠിന പ്രാക്ടീസിലായിരുന്നു. അതിന് പ്രതിഫലമായിട്ട് ഞങ്ങൾ സ്റ്റേജിൽ കയറി നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി. ഞങ്ങളുടെ ടീം ഇന്നിവിടെ സംസ്ഥാന തലത്തേക്ക് പോകാൻ ഫസ്റ്റ് തയ്യാറോടുകൂടി പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. സംസ്ഥാന തലത്തിലും മികവോടെ 1ാം സ്ഥാനത്തെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ പരിശീലകൻ മഹ്റൂഫ് കോട്ടക്കലും പങ്കുവച്ചു. വട്ടക്കോല് തുടക്കം കർട്ടൻ പൊങ്ങി തുടക്ക ഗാനം പാടുന്നത് കാച്ചെണ്ണ കറുപ്പത്ത ഈറമ്പനത്തടിയിൽ കടഞ്ഞെടുത്തളകിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. കോൽക്കളിയെ കുറിച്ച്, കോലുണ്ടാക്കുന്നതിനെ കുറിച്ച്, അതിലെ താളവട്ടങ്ങളെ കുറിച്ച് വിവരിക്കുന്ന തരത്തിലുള്ള പാട്ടാണ് ഞങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതും ഞങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ടുണ്ട്. ഇത്തവണ ഏതായാലും വർഷങ്ങളായി തുടരുന്ന ഞങ്ങളെ കുത്തക ഇത്തവണയും മലപ്പുറം ജില്ലയെ പ്രതികരിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് പങ്കെടുക്കുന്നത് IKTHS ചെറുകുളമ്പാണ് എന്നതിൽ വളരെ അഭിമാനമുണ്ട്. ഇവരെല്ലാം അതിന് കഠിന
പ്രയത്നം നടത്തിയതാണ്. മറ്റുള്ള സ്കൂളുകളിലെ കുട്ടികളെക്കാൾ ഇവര് വെക്കേഷൻ ടൈമിലും പുസ്തക പൂജ, ആയുധ പൂജ തുടങ്ങി എല്ലാ അവധി ദിവസങ്ങളിലും സ്കൂളിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തില് ഒരു ആയോധന കലാരൂപം സ്വായത്തമാക്കാനും അതിനെ റിസൾട്ടിലേക്ക് എത്തിക്കാനും സാധിച്ചത്. സ്കൂളും തക്കതായ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിജയം വരിക്കാൻ കഴിഞ്ഞു. CCN മലപ്പുറം. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവ കിരീടം ചൂടി മങ്കട ഉപജില്ല 936 പോയിന്റോടെയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. 906 പോയിന്റുമായി നിലമ്പൂർ 2ാം സ്ഥാനവും 894 പോയിന്റോടെ മലപ്പുറം 3ാം സ്ഥാനവും നേടി. നിർവഹിക്കുന്നത് ആദരണീയനായ നമ്മുടെ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ പ്രിയപ്പെട്ട റഫീഖ് സാർ നൽകുന്നതിന് വേണ്ടി റഫീഖ് സാറേയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നിലമ്പൂർ ഉപജില്ലയിലെ പ്രിയപ്പെട്ട കലാപ്രതിഭകളെയും കൃത്യമായി ക്ഷണിക്കുന്നു. ക്ഷണിക്കുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊട്ടൂക്കര PKM-HSS 1ാം സ്ഥാനവും മേലാറ്റൂർ RM-HSS 2ാം സ്ഥാനവും തെയ്യാലിങ്ങൽ SS-HSS 3ാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ പൂക്കളത്തൂർ CHM-HSS ജേതാക്കളായി. മേലാറ്റൂർ RM-HSS 2ാം സ്ഥാനം നേടിയപ്പോൾ MES-HSS ഇരുമ്പളിയും കൊട്ടൂക്കര PKM-HSS എന്നിവർ 3ാം സ്ഥാനം പങ്കിട്ടു. അടുത്തതായി ഈ കലാമാമാങ്കത്തിന്റെ തിരക്ക് പിടിച്ച വണ്ടൂരിന്റെ ഗതാഗതങ്ങളെ നിയന്ത്രിച്ച ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ കൺവീനർ പ്രിയപ്പെട്ട മുഹമ്മദ് റഫീഖ് CP അവർക്ക് ഞങ്ങളുടെ ഉപഹാരം നൽകുന്നത് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർ റഫീഖ് PV സാർ. നമ്മുടെ ഉദ്ഘാടന സമാപന ചടങ്ങുകളെ അതിമനോഹരമായി ആവിഷ്കരിച്ച അതിന് നേതൃത്വം നൽകിയ റിസപ്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ പ്രിയപ്പെട്ട ബുജേർ മാസ്റ്റർക്ക്, നമ്മുടെ വിധികർത്താക്കളും ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ട താമസ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയ അക്കമഡേഷൻ കമ്മിറ്റിയുടെ കൺവീനർ പ്രിയപ്പെട്ട ശ്രീമതി ഖദീജ ടീച്ചർ, ഏറെ ആശങ്കകൾക്കൊടുവിലും വളരെ മനോഹരമായ അച്ചടക്കത്തോടു കൂടെ ഈ മേള സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഇതിന്റെ ലോ ആൻഡ് ഓർഡർ ചുമതല നിർവഹിച്ച് നേതൃപരമായ പങ്ക് നിർവഹിച്ച ബഹുമാന്യനായ ഹാരിസ് സാർ, ഈ കലാമാമാങ്കത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് നിർവഹിച്ച മീഡിയ ആൻഡ് പബ്ലിസിറ്റിയുടെ കൺവീനർ പ്രിയപ്പെട്ട ബഷീർ സാർ, അതോടൊപ്പം തന്നെ നമ്മുടെ വേദികളിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് വണ്ടൂർ താലൂക്ക് സമാപന വേദിയിൽ കലോത്സവവുമായി സഹകരിച്ച ട്രോമ കെയർ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ അനുമോദിച്ചു. സമാപന പരിപാടി വിദ്യാഭ്യാസ ഉപഡയറക്ടർ PV റഫീഖ് ഉദ്ഘാടനം ചെയ്തു. വണ്ടൂർ BMC ഗവൺമെന്റ് ഹൈസ്കൂളും അതുപോലെ ഗേൾസ് ഗവൺമെന്റ് ഹൈസ്കൂളും ഗുരുകുലം വിദ്യാനികേതൻ ഹൈസ്കൂളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത്രയും വേദികൾ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു കണ്ടെത്തലിലൂടെയാണ് ഈ ഒരു മേളയ്ക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് വിവിധ കൺവീനർമാരുടെ, അത് പ്രോഗ്രാം കമ്മിറ്റിയുണ്ട്, ഫുഡ് കമ്മിറ്റിയുണ്ട്, റിസപ്ഷൻ ഉണ്ട്, സ്റ്റേജ് ആൻഡ് പന്തലുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ട്, അതുപോലെ അക്കോമഡേഷൻ ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്. പ്രിൻസിപ്പൽ ഉഷാകുമാരി, വണ്ടൂർ VMCGHSS പ്രിൻസിപ്പൽ ഉഷാകുമാരി അധ്യക്ഷയായിരുന്നു. പ്രോഗ്രാം കൺവീനർ K സരിത, പ്രിൻസിപ്പൽമാരായ O വിനോദ്, M ഐശ്വര്യ, പ്രധാനാധ്യാപികമാരായ P ഉഷ, MV സത്യാവതി, പ്രധാനാധ്യാപകൻ P അജിത് എന്നിവർ പങ്കെടുത്തു. ട്രോഫി കമ്മിറ്റി MP ഫൈസൽ ചടങ്ങിന് നന്ദി അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരത്തിൽ പാണക്കാട് DUHSS ടീമിന് 1ാം സ്ഥാനം. വേദി 7-ൽ നടന്ന വാശിയേറിയ മത്സരത്തിലാണ് ടീം മികച്ച പ്രകടനത്തിലൂടെ വിജയം സ്വന്തമാക്കിയത്.
മൈലാഞ്ചി മഞ്ചോടെ വേദിയിൽ നിറഞ്ഞാടിയ മണവാട്ടിമാരും സംഘവും കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി. മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികളും അറിയിച്ചു. വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളെ കൊല്ലങ്ങളുള്ള കഷ്ടപ്പാടാണിത്. എല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾ ഇതിനായിട്ട് നിന്നിട്ട് ഞങ്ങൾക്ക് ദിവസങ്ങളില്ല, ഞങ്ങൾക്ക് രാവും പകലും പ്രാക്ടീസ് കൊണ്ട് കിട്ടിയ ഒരു വിജയം പറയും. ഞങ്ങളൊരു ഡ്രീം എന്നൊരു സ്വപ്നമായിരുന്നു. അവസാനായിട്ടെങ്കിലും ഈ ഒരു കുത്തക പൊളിക്കണം എന്നുള്ള ഞങ്ങളൊരു സ്വപ്നമായിരുന്നു. ചിട്ടയായ പരിശീലനം കൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഒന്നാമതെത്താൻ കഴിഞ്ഞതെന്ന് അധ്യാപകർ പ്രതികരിച്ചു. അതേസമയം വട്ടപ്പാട്ട് മത്സരത്തിൽ ചെറിയ പോയിന്റ് വ്യത്യാസത്തിൽ ടീമിന് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നഷ്ടപ്പെട്ടതിൽ അധ്യാപകർ നീരസം പങ്കുവച്ചു. വട്ടപ്പാട്ടിൽ 12 വർഷമായിട്ടും കോൽക്കളിയിലും ദഫ്മുട്ടിലും 4-5 വർഷങ്ങളായിട്ടും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്തവണയും ഈ 5 ഇനങ്ങളും ഞങ്ങൾ വിജയിക്കാനുള്ള പരിശീലനമായിട്ടാണ്, ആ അർത്ഥത്തിലാണ് കുട്ടികൾ തയ്യാറെടുത്ത് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ബോധപൂർവം ജഡ്ജസ് വട്ടപ്പാട്ടിൽ 1/2 പോയിന്റ് വ്യത്യാസത്തിൽ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് മത്സരം നടന്നത്. അരവനമുട്ടും ഒപ്പനയും 1ാം സ്ഥാനവും, ബാക്കി 2ഉം ഒരൊറ്റ പോയിന്റ് ഇറക്കത്തിൽ മാത്രം ദഫ്മുട്ട്, വട്ടപ്പാട്ടും കോൽക്കളിയും 2ാം സ്ഥാനത്തിലേക്ക് വാസ്തവത്തിൽ പിന്തള്ളപ്പെടുകയായിരുന്നു. അത് അപ്പീലിലൂടെ കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 5 ഇനങ്ങളും സംസ്ഥാന കലോത്സവം തൃശ്ശൂരിന്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് പാണക്കാടിന്റെ മക്കൾ അവിടെ കളിക്കുക തന്നെ ചെയ്യും. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അലനല്ലൂർ പാലക്കാഴിയിൽ ഭർത്താവിന്റെ ആക്രമണത്തിൽ ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോണിക്കൽ വീട്ടിൽ 52 വയസ്സുള്ള കുഞ്ഞാത്തമ്മയെയാണ് ഭർത്താവ് വെട്ടി പരിക്കേൽപ്പിച്ചത്. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവ കിരീടം ചൂടി മങ്കട ഉപജില്ല 936 പോയിന്റോടെയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. 906 പോയിന്റുമായി നിലമ്പൂർ 2ാം സ്ഥാനവും 894 പോയിന്റോടെ മലപ്പുറം 3ാം സ്ഥാനവും നേടി. പാലക്കാട് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിൽ നടന്ന ദ്വിദിന ജൈവവൈവിധ്യ സർവേയിൽ 150-ലധികം ജനുസുകളിൽപ്പെട്ട ജീവികളെ കണ്ടെത്തി. 32 ഏക്കറോളം വരുന്നതും പഴങ്കാടുകൾ ഉൾപ്പെടുന്നതുമായ കോളേജ് ക്യാമ്പസിന്റെ ജൈവസമ്പന്നത വെളിപ്പെടുത്തുന്നതായിരുന്നു സർവേ ഫലം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.